ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി, അതിന്റെ എന്താ പറയാ ഡെഫിനിഷൻ, ഏതൊക്കെയാണ് അതിൽ വരുന്ന ടൂളുകൾ, എന്താണ് അതിൽ നടക്കുന്ന പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് കേൾക്കണതിന്റെ ഒപ്പം തന്നെ അത് അങ്ങോട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ അതിന് ടൈം കളയേണ്ട ആവശ്യമില്ല. ഇത് റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ പിടിച്ച് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ. അപ്പൊ ഇവിടെ എന്തിനാ റീകോമ്പിനന്റ് ചെയ്യണത്? ഡി എൻ എനെയാണ് റീകോമ്പിനന്റ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസിലുള്ള ഡി എൻ എനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ഹൈബ്രിഡ് ഡി എൻ എ ഉണ്ടാക്കണം. ആ ഡി എൻ എനെയാണ് റീകോമ്പിനന്റ് ഡി എൻ എ. അത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജീൻ മാനിപ്പുലേഷൻ, ജനറ്റിക് മോഡിഫിക്കേഷൻ. ഇതെല്ലാം ഇതിന്റെ സെയിം അർത്ഥം വരുന്ന പേരുകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഒരു സ്പീഷീസിലത്തെ ഒരു ക്യാരക്ടർ ഇഷ്ടമായി, വേറെ സ്പീഷീസിലത്തെ വേറൊരു ക്യാരക്ടറും ഇഷ്ടമായി. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ക്യാരക്ടറിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റൂലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കേസസിലാണ് ഇങ്ങനത്തെ റീകോമ്പിനേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത്. വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മെയിൻ ആയിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യാണ്, അതായത് ഉണ്ടാക്കി എടുക്കുകയാണ്. മാനിപ്പുലേഷൻ ഓഫ് ജീൻസ് നമ്മൾ ആഗ്രഹിക്കണ പോലെ ഇൻ എ ഡിസയേർഡ് മാനർ അണ്ടർ കൺട്രോൾഡ്, അതായത് പല കണ്ടീഷൻസ് ഉണ്ട്. തോന്നിയ പോലെ എടുത്ത് ഡി എൻ എ എടുത്ത് മിക്സ് ചെയ്ത് ഒട്ടിച്ച് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ കറക്റ്റ് കണ്ടീഷൻസിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷനിലുള്ള ഡി എൻ എ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. ഓഫ് കോഴ്സ് ഇത് ബയോടെക്നോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതിൽ ഉണ്ടാക്കുന്നത്? ഇൻ ദിസ് ടെക്നോളജി ഇറ്റ് ജനറേറ്റ്സ് ഓർ പ്രൊഡ്യൂസസ് റീകോമ്പിനന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഡി എൻ എ ഉണ്ടാക്കുന്നു. എങ്ങനെ? ബൈ കമ്പൈനിങ് മുന്നേ ഒരു തരത്തിലും ബന്ധമില്ലാത്ത രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകൾ, എവല്യൂഷണറി പരമായിട്ടും ഫിസിക്കലി ആയിട്ടും ഒരു തരത്തിലും ബന്ധമില്ലാത്ത രണ്ട് ഡിഫറെന്റ് സ്പീഷീസിലുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിലുള്ള ഡി എൻ എ എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു റീകോമ്പിനന്റ് ഡി എൻ എ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സാണ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും. കണ്ടോ, ഈ ഒരു പിക്ചറിൽ ഇതാണ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. ഇപ്പൊ നോക്കൂ, ഇതൊരു ഡി എൻ എ ആണ്, ഇത് വേറൊരു ഡി എൻ എയുടെ ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റിക് പേഷ്യൻസ് എടുക്കുന്ന ഒരു മരുന്നാണ്. ആക്ച്വലി അതൊരു ഹോർമോൺ ആണ്, ഇൻസുലിൻ ഹോർമോൺ. ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോൺ കുറയുമ്പോഴാണ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അവർക്ക്, കാരണം അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോൺ ഇല്ലാതെയായിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇഞ്ചക്ഷൻ വഴി ഇല്ലേ, ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കണ്ടാവും. പ്രായമുള്ള ആൾക്കാരൊക്കെ ഇൻസുലിന്റെ മരുന്ന് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും. അപ്പൊ അങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ജീൻ ഉണ്ടായിരിക്കും. ആ ഡി എൻ എയിൽ ഒരു ഭാഗത്ത് ഇൻസുലിനെ കോഡ് ചെയ്യണ ജീൻ ഉണ്ടായിരിക്കും. അപ്പൊ ജീൻ എക്സ്പ്രഷൻ എന്താന്ന് നമ്മൾ കണ്ടു. ആ ജീനിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടായി, അതിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടായി. ആ പ്രോട്ടീനാണ് ഈ ഇൻസുലിൻ ആയിട്ട് മാറുന്നത്. പക്ഷെ ആ ജീൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നതും ഡയബറ്റിക്സ് ആവുന്നതും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കപ്പോ ആ ഇൻസുലിന്റെ ജീൻ നമുക്ക് അറിയാം, അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരുപാട് കോപ്പി ഇൻസുലിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്രൊകാരിയോട്ടാണ്. അവരുടെ ഉള്ളിലെ ഡി എൻ എ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്ഡ് ഡി എൻ എ ആണ്. പ്ലാസ്മിഡ് എന്ന് പറയും. എക്സ്ട്രാ ഉള്ള ഒരു എക്സ്ട്രാ ഡി എൻ എ ആണ് പ്ലാസ്മിഡ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ അതിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്മിഡിനെ വീണ്ടും ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കയറ്റി വിടും. അപ്പൊ ബാക്ടീരിയ എന്താ, മൾട്ടിപ്ലൈ ചെയ്ത് പെറ്റ് പെരുകുമ്പോൾ ആ നമ്മൾ കൊടുത്ത ഡി എൻ എ ഉള്ള ബാക്ടീരിയ ഉണ്ടാവണ ബാക്ടീരിയയുടെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? ഇങ്ങനത്തെ ഡി എൻ എ ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ജീനിന്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് കിട്ടും. ഒരുപാട് കോപ്പി, ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ എണ്ണം കൊടുക്കണ പോലെ ഇഷ്ടം പോലെ കോപ്പീസ് ആണ് ആ ഓരോ പുതിയതായി ഉണ്ടായി വരുന്ന ബാക്ടീരിയയുടെ ഉള്ളിൽ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആ ജീനിൽ നിന്നും ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റും.
ഇതൊരു ആപ്ലിക്കേഷൻ മാത്രമാണ്. ഇതുപോലെ പല കാര്യങ്ങൾക്കും ഈ റീകോമിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യും. ഇപ്പൊ ഇതൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീകോമിനന്റ് DNA എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ ഈ ഒരു DNA ഫ്രാഗ്മെന്റിൽ നമുക്ക് വേണ്ട ജീൻ ഇത്രയും പോർഷൻ ആണ്. അപ്പൊ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്മിഡിൽ പറ്റിയ ഒരു കട്ട് ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് റീകോമിനന്റ് DNA. അപ്പൊ ഇതിൽ നോക്കൂ, ഈ ഒരു DNAയിൽ നമ്മുടെ പ്ലാസ്മിഡിന്റെ ബാക്ടീരിയയുടെ DNA ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇൻസുലിന്റെ ജീനും ഉണ്ട്, ഇല്ലേ? രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകളിലുള്ള DNA കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു റീകോമിനന്റ് DNA ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ വീണ്ടും പറയണത് കേട്ടോ. അതിന്റെ കുറെ ഡെഫിനിഷൻസും ആര് കണ്ടുപിടിച്ചു. പിന്നെ ഈ പിക്ചറിൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു DNA ഉള്ളിലേക്കാണ് നമ്മൾ വേണ്ട സാധനം കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഏത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊരു സംഭവമാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടിനെ ക്യാരി ചെയ്ത് നടക്കുന്നത്, അതിനെ വെക്ടർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതാണ് അവിടുത്തെ വെക്ടർ. ഈ വെക്ടർ ആണ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത പാർട്ടിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ അതാണ് വെക്ടർ എന്നുള്ളൊരു ടേം കേട്ടോ. സോ ദ DNA is inserted into another DNA molecule, it is called vector. അങ്ങനെ പല, ഇപ്പൊ ഞാൻ പ്ലാസ്മിഡ് പറഞ്ഞു, ഇതുപോലത്തെ പല സംഭവങ്ങളും വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അതിന്റെ പേരുകൾ തന്നെയാണ് കേട്ടോ. ജനറ്റിക് സർജറി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇൻവിട്രോ, റീകോമ്പിനേഷൻ, എക്സെട്ര. അപ്പൊ ഇതൊക്കെ അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സാണ് ഈ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു DNA കണ്ടോ, ജീൻ, ഇപ്പൊ വലിയൊരു നമ്മുടെ ഉള്ളിലെ DNA ഉണ്ട്. ആ DNAയുടെ ഒരു പാർട്ടാണ് ഇത്. ഇതിന്റെ കോപ്പിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടറിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഈ പിക്ചറിലെ വെക്ടർ ആരാണ്? പ്ലാസ്മിഡ് ആണ് ക്ലോണിങ് വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പ്ലാസ്മിഡിന് എന്ത് ചെയ്യുന്നു, ഇത് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ഇരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിനെ വെക്കാൻ സ്ഥലം ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഒരു എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യണ എൻസൈമിനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. എൻഡോന്യൂക്ലിയേസും എക്സോന്യൂക്ലിയ. ഇപ്പൊ നിങ്ങൾക്ക് എൻസൈംസിന്റെ പേരുകൾ അറിയാം. പ്രോട്ടിയേസ്, പ്രോട്ടീനെ കട്ട് ചെയ്യണു. ലിപ്പേസ്, ലിപ്പിഡിനെ കട്ട് ചെയ്യണു. ന്യൂക്ലിയേസ്, ന്യൂക്ലിക് ആസിഡിനെ കട്ട് ചെയ്യണു. ന്യൂക്ലിക് ആസിഡ്, DNA ഒരു ന്യൂക്ലിക് ആസിഡ് അല്ലേ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ന്യൂക്ലിക് ആസിഡിനെ കട്ട് ചെയ്യണതിനെ ന്യൂക്ലിയേസ്. ന്യൂക്ലിക് ആസിഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ന്യൂക്ലിക് ആസിഡിന്റെ അറ്റങ്ങളിൽ എൻഡ് പാർട്ടിൽ കട്ട് ചെയ്യണേനെ എക്സോ ന്യൂക്ലിയേസ് എന്നും, ഉൾഭാഗത്ത് കട്ട് ചെയ്യണേനെ എൻഡോ ന്യൂക്ലിയേസ് എന്നും പറയണം. ഇനി ഉൾഭാഗത്ത് തന്നെ നമ്മൾ ചില പ്രത്യേക സൈറ്റുകളിൽ മാത്രം കട്ട് ചെയ്യുന്നതിന്, ചില റീജിയൻസിൽ, സ്പെസിഫിക് റീജിയൻസിൽ മാത്രം കട്ട് ചെയ്യുന്ന എൻസൈംസിന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, അങ്ങനത്തെ പേര്. അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈംസ് ആണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇപ്പൊ ഈ എൻറ്റയർ DNAയിൽ ഈ റെഡ് കളറിൽ മാത്രം തന്നെ കട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന എൻസൈം തോന്നിയ സ്ഥലത്ത് കട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനായിരിക്കില്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു റീജിയൻ ആണ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് കട്ട് ചെയ്യണ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് യൂസ് ചെയ്യണം. അതുപോലെ അതേപോലത്തെ കട്ട് കിട്ടണ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഈ വെക്ടറിലും യൂസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, വെക്ടർ കട്ട് ചെയ്തു, അവിടെ ഒരു സ്പേസ് കിട്ടി, നമുക്ക് ഓൾറെഡി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ലിഗേഷൻ അല്ലെങ്കിൽ ഒട്ടിക്കണ എൻസൈംസ് ഉണ്ട് ഇല്ലേ, ആ ലിഗേസ് എൻസൈംസ് വെച്ചിട്ട് ഉണ്ടാക്കി. അപ്പൊ ഇത് എന്ത് ചെയ്തു, റീകോമ്പിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡായി. നോർമൽ പ്ലാസ്മിഡ്, ഇത് റീകോമ്പിനന്റ്, കാരണം വേറൊരു ജീൻ അതിലേക്ക് കടന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ സെല്ലിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ബാക്ടീരിയ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്ത നമ്മൾ ഉദ്ദേശിച്ച ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മില്യൺസ് ഓഫ് കോപ്പീസ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് എന്താണോ നമ്മുടെ പർപ്പസ് അതിന് വേണ്ടി അത് യൂസ് ചെയ്യാം. ഇതാണ് സമ്മറി ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇപ്പൊ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതുകൊണ്ട്, ഒരുപാട് ഉപയോഗങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജീനിനെ ഐസൊലേറ്റ് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്യാനായിട്ട് അതിന്റെ കുറെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പല ഓൾട്ടറേഷൻസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനത്തെ പുതിയ ജീനുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനും അതിനുള്ള വല്ല മെഡിസിൻസ് ഉണ്ടാക്കാനും പറ്റും. അങ്ങനത്തെ ഒരുപാട് കുറച്ച് ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കുക. അതെ, അത് തന്നെയാണ് ഇവിടെ പറയണത് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ക്വാളിറ്റീസ് എന്തെങ്കിലും പ്ലാന്റ്സിന്റെയോ ആനിമൽസിന്റെയോ
ഹ്യൂമൻസിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഉണ്ടാക്കുന്ന ജീൻ ഏതാണോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ഇത് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഹൈബ്രിഡ് ഒക്കെ ആക്കാൻ പറ്റും. അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ടോ, വലിയ വലിയ ലെവലിലൊക്കെ വരുമ്പോൾ അത് അതിന് സ്റ്റഡീസ് ഒക്കെ നടക്കണുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് ഉണ്ട് കേട്ടോ. ഇനി അതിലത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് ജീനാണോ ആഡ് ചെയ്യാൻ പോണത്, അപ്പൊ ആ ജീൻ എവിടെയാണ് DNA അതിന്റെ കട്ട് ചെയ്തത് നമുക്ക് എടുക്കണം. അതാണ് ടാർഗറ്റ് ജീൻ. ഇനി അത് ആഡ് ചെയ്ത് കയറ്റണമെങ്കിൽ ഒരു വെക്ടർ വേണം. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അപ്പൊ ചെറിയ ജീനാണ് നമുക്ക് അതിന്റെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ വെക്ടേഴ്സ് മതി. ഇനിയിപ്പോ അത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ജീൻ എന്ന് പറയുന്നത് വലിയ ഇത്തിരി കൂടെ സൈസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, ബേസ് പെയർ ലെങ്ത് കൂടുതലാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വെക്ടർ വേറെ പല പല വെക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്ലാസ്മിഡ് മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൂടാതെ പല വെക്ടേഴ്സും ഉണ്ടായിരിക്കും. പ്ലാസ്മിഡ്, അതുപോലെ കോസ്മിഡ്, ഫേജ് വെക്ടേഴ്സ് നമ്മൾ ഇനി കാണും. അപ്പൊ അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് പഠിക്കണം കുറച്ച്. അപ്പൊ അങ്ങനെ സൈസ് അനുസരിച്ചിട്ട് വലിയ വലിയ ജീനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കോപ്പി ഉണ്ടാക്കാൻ വെക്കണമെങ്കിൽ ആ വലിയ ജീനിനെ എന്താ പറയാ ഒട്ടിച്ച് ചേർത്ത് പിടിക്കാൻ കഴിവുള്ള വെക്ടേഴ്സ് വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ വെക്ടർ കണ്ടുപിടിക്കണം. പിന്നെ അടുത്തത് എന്താ, അത് വെക്ടറും കിട്ടി, ഇതും കിട്ടി, കട്ട് ചെയ്യണം ഇല്ലേ, കട്ട് ചെയ്ത് അതിന് സ്പേസ് ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യണം, ജോയിൻ ചെയ്യിക്കണം, ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താ, കൃത്യമായി ഇത് ഏതാണോ ബാക്ടീരിയ അതിന്റെ ഉള്ളിലേക്ക് കടത്തണം. ഇത് റീകോമ്പിനേഷൻ നടത്തി റീകോമ്പിനന്റ് DNA മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കോപ്പി ഉണ്ടാവണമെങ്കിൽ ഈ DNA, അതായത് പുതിയ ആ റീകോമ്പിനന്റ് DNA എന്തെങ്കിലും ഒരു ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തി വിടണം. ആ കടത്തി വിടണ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോമിങ്. കടത്തി വിട്ടിട്ട് മാത്രം കാര്യമില്ല, ആ ബാക്ടീരിയ പെറ്റ് പെരുകി ഒരുപാട് കോപ്പി ഉണ്ടാക്കണം. അതിനെയാണ് ക്ലോണിങ്. അത് ക്ലോണിങ് കഴിഞ്ഞ ലാസ്റ്റത്തെ പ്രോസസ്സാണ് സെലക്ടിങ് അല്ലെങ്കിൽ സ്ക്രീനിങ്. അതായത് ഇപ്പൊ പെറ്റ് പെരുകുന്നുണ്ടാവും, ചില ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഈ പ്ലാസ്മിഡ് കടന്നിട്ടുണ്ടാവില്ല, ചിലതിൽ കടന്നിട്ടുണ്ടാവും. അപ്പൊ ഈ പെറ്റ് പെരുകി നമുക്ക് മില്യൺസ് ഓഫ് ബാക്ടീരിയ കിട്ടുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കയറ്റിവിട്ട DNA കോപ്പി കയറിയ ബാക്ടീരിയ ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. അപ്പൊ വേണ്ടതിനെ സെലക്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ, വേർതിരിച്ചെടുക്കാനുള്ള പ്രോസസ്സ്. അപ്പൊ ഇതാണ് 6 സ്റ്റെപ്പ് കേട്ടോ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ. അതൊന്നും കൂടെ വിശദമായിട്ട് പറയണതാണ്. DNA ഐസൊലേഷൻ ചെയ്യുന്നു, ബ്രേക്കിംഗ് DNA ഇൻടു ഫ്രാഗ്മെന്റ്സ് യൂസിങ് നേരത്തെ പറഞ്ഞ എൻസൈം, റെസ്ട്രിക്ഷൻ എൻസൈം. പിന്നെ എന്താണ് ഇത് ഈ ഒരു സ്റ്റെപ്പ് അധികം നോക്കണ്ട, ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് കറക്റ്റ് ആ ലെങ്ത് ഉള്ള ജീൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ആ DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. കാരണം ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ടല്ലോ, അതിന് കട്ട് ചെയ്യണ സ്പേസ് ഉള്ള പല ഭാഗങ്ങളും ഉണ്ടാവും DNA അപ്പൊ നമ്മളിപ്പോ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്താൽ അത് അതിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയി കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ജീൻ. ആ ജീൻ ഈ കുറെ കട്ട് ചെയ്ത് കിട്ടിയ കഷ്ണങ്ങളിൽ ഏതാന്ന് കണ്ടുപിടിക്കാനാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ നമുക്ക് അറിയണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിന് ഒരു 10 ബേസ് പെയർ ലെങ്ത് ആണ് ഉള്ളത്. ചിലപ്പോൾ ഇത് കട്ട് ചെയ്തത് ചിലപ്പോൾ 10 ബേസ് പെയർ ലെങ്ത് ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനും, വേറൊരു 20 ലെങ്ത് ഉള്ളതും 30 ലെങ്ത് ഉള്ളതും 45 ലെങ്ത് ഉള്ളതൊക്കെ ഉണ്ടാവും ഇതിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. അപ്പൊ അങ്ങനത്തെ കുറെ ഫ്രാഗ്മെന്റ്സ് കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയതിനെ മുഴുവൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ സൈസ് അനുസരിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് 10 ഏതാണോ അതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം. അതാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെക്ടറിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ വെക്ടറിൽ കിട്ടിക്കഴിഞ്ഞാൽ വെക്ടറിലും കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളുടെ ഈ കട്ട് ചെയ്ത ഫ്രാഗ്മെന്റ് വെക്ടറിലേക്ക് എന്താ പറയാ ഒട്ടിച്ച് ചേർക്കണം. അതാണ് ലിഗേസ് എൻസൈം. ലിഗേഷൻ DNA റെപ്ലിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ലൈഗേസ് എന്നൊക്കെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യും. അത് എന്നിട്ട് പിന്നെ അപ്പൊ എന്താ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ അതൊരു റീകോമ്പിനന്റ് DNA, അതിനാണ് ഈ rDNA എന്ന് പറയുന്നത്. അത് എന്നിട്ടൊരു ഹോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തണം. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ റീകോമ്പിനന്റ് DNAനെ ബാക്ടീരിയ അല്ലെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കടത്തി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെ അതിന്റെ പ്രോഡക്റ്റ്, അത് പെറ്റ് പെരുകി അതിൽ നിന്നും ഇൻസുലിൻ എന്താ വെച്ചാൽ പ്രോട്ടീൻ പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ.
ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വടികോല്, സിറിഞ്ച്, അത് ഇതൊന്നല്ല. നമ്മളിപ്പോ പറഞ്ഞു എല്ലാ ഉപകരണങ്ങളുടെ പേരും. ആദ്യം തന്നെ കറക്റ്റ് എൻസൈംസ് വേണം. കട്ട് ചെയ്യണ എൻസൈം, ജോയിൻ ചെയ്യിക്കണ എൻസൈം, അങ്ങനത്തെ നമ്മൾ ഈ ബയോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് എൻസൈംസ് ആവശ്യമുണ്ട്. അപ്പൊ ഫസ്റ്റ് മെറ്റീരിയൽ എൻസൈം ആണ് വേണ്ടത്. പിന്നെ അടുത്തത് ഏതാണ്? നമുക്ക് ഉദ്ദേശിക്കുന്ന DNA, ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്, അതിനെയാണ് ഫോറിൻ DNA അല്ലെങ്കിൽ സിന്തറ്റിക് DNAയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇതൊരെണ്ണത്തിന്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് വെക്കണ്ടേ, അതിനെ ക്യാരി ചെയ്യേണ്ട വെഹിക്കിൾ അല്ലെങ്കിൽ വെക്ടർ ആവശ്യമുണ്ട്, അതായത് പ്ലാസ്മിഡ് പോലെയുള്ളത്. പിന്നെ ഇതിനെ കടത്തി വിട്ട് പെറ്റുപെരുകിക്കാൻ, കോപ്പീസ് ഉണ്ടാക്കാൻ ഹോസ്റ്റ് വേണം, ബാക്ടീരിയ പോലെയുള്ളത്. ഇനി ബാക്ടീരിയ വെറുതെ പെറ്റുപെരുകും, അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ ബാക്ടീരിയൽ കൾച്ചറാണ്. കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കൾച്ചർ മീഡിയ വേണം, ബഫർ വേണം, റിയേജൻസ്, അങ്ങനെയുള്ള കെമിക്കൽസും വേണം. ഇത്രയും സാധനങ്ങളാണ് ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് ആവശ്യമുള്ളത്. അതന്നെയാണ് ഇവിടെ വീണ്ടും പറയണത്. ഇനി അപ്പൊ ഞാൻ എൻസൈംസിന്റെ പേര് പറഞ്ഞു ജനറൽ ആയിട്ട്. ഏതൊക്കെയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യണ എൻസൈംസ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. പിന്നെ ഉള്ളതാണ് ഒട്ടിക്കണ എൻസൈം ലൈഗേസ്. പിന്നെ വേറെ കുറച്ച് എൻസൈംസ് ആണ് ന്യൂക്ലിയേസ്, പോളിമറേസ്, ടെർമിനസ് മോഡിഫൈങ് എൻസൈംസ്. പോളിമറേസ് എന്ന് പറയുമ്പോൾ എന്താ? കോപ്പി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ്. ന്യൂക്ലിയേസ് വേറെ എവിടെയെങ്കിലൊക്കെ കട്ട് ചെയ്യണമെങ്കിലുള്ള എൻസൈംസ്. അപ്പൊ നമ്മളിപ്പോ ആദ്യം നമ്മൾ നോക്കണത് ന്യൂക്ലിയേസസ്. ജനറലി ന്യൂക്ലിയേസസ് എന്നാണ് ഇവിടെ പറയുന്നത്. ന്യൂക്ലിയേസസ് ഇതാണ് ഒരു DNA എങ്കിൽ ഈ DNAയുടെ എവിടെയാണ് ന്യൂക്ലിയേസ് എന്താന്ന് പറഞ്ഞത്? ദോസ് എൻസൈംസ് ദാറ്റ് കട്ട് ദ ന്യൂക്ലിക് ആസിഡ് കട്ട് ചെയ്യുന്നത്. അത് RNA ആവാം, DNA ആവാം. അപ്പൊ നമ്മുടെ കേസിൽ ഇവിടെ DNA കട്ട് ചെയ്യണതാണ് ന്യൂക്ലിയേസസ്. ഇതൊരു DNAയുടെ സെഗ്മെന്റ് ആണെങ്കിൽ അതിന്റെ അറ്റത്താണോ കട്ട് ചെയ്യണത്, ഉള്ളിലാണോ കട്ട് ചെയ്യണത്, അതിനനുസരിച്ചിട്ട് ന്യൂക്ലിയേസസ് ആർ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. എൻഡോ ന്യൂക്ലിയേസ് which forms internal cuts, സെന്ററിൽ കട്ട് ചെയ്യണു, ആൻഡ് എക്സോന്യൂക്ലിയേസ് which forms cuts on the terminal or end regions. മനസ്സിലായില്ല? അപ്പൊ അതാണ് എക്സോന്യൂക്ലിയേസും എൻഡോന്യൂക്ലിയേസ് എന്നാണ് സംഭവം. ഇനി എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. കറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിൽ DNAയുടെ എൻഡോ ആണ്, അപ്പൊ ഉള്ളിൽ കട്ട് ചെയ്യാനായിട്ട് ചില പോയിന്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് എന്താ പറയാ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് ബാക്ടീരിയയുടെ ഉള്ളിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അവരുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ബോഡി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ബാക്ടീരിയയുടെ ഉള്ളിൽ കാണുന്ന ജനറൽ ആയിട്ടുള്ള ഒരു നോർമൽ എൻസൈം ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബാക്ടീരിയനെ പലതും വന്ന് അറ്റാക്ക് ചെയ്യും. വേറെ പല ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യും. വേറെ പലതിന്റെയും DNA ഒക്കെ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്ടീരിയ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയുടെ ഇതിന്റെ ഉള്ളിലുള്ളതാണ് ഈ റെസ്ട്രിക്ഷൻ. അപ്പൊ എന്തുണ്ടാവുക? വേറെ ഏതെങ്കിലും സംഭവങ്ങളുടെ DNA ഒക്കെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടന്നാൽ അതിന്റെ ഉള്ളിലുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഓടി വന്നിട്ട് അവിടെ കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്ടീരിയയുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ അത് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് തോന്നി, കൊള്ളാലോ ഈ എൻസൈം, നമുക്ക് ഇതിനെ ഇങ്ങനൊരു പരിപാടിക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യണത്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഇവരുടെ പണി എന്താ? ഏതാണോ DNA അത് കണ്ടുപിടിക്കുന്നു, ഇവര് കട്ട് ചെയ്യണ ആ സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യണു, എന്നിട്ട് ഏകദേശം ഒരു ചെറിയ ലെങ്ത് ഉള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യണത്. അപ്പൊ അതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഇതായിരുന്നു, ഏബിൾ ടു റെസ്ട്രിക്റ്റ് ആൻഡ് ഡിസ്ട്രോയ് ഫോറിൻ DNA, അതായത് വൈറസിന്റെ ഒക്കെ DNA ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടന്നാൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയുടെ ഉള്ളിലുള്ളതാണ് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഈ ഒരു എൻസൈം. അത് പിന്നെ ബയോടെക്നോളജിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്, അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേരുകൾ ഇടുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് 1-2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എക്കോ R1 പേരുകൾ പഠിക്കണം കേട്ടോ. ഹിൻഡ് 3, ബാം H1. അപ്പൊ ഈ ഇങ്ങനെ പേര് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എന്തായാലും ഇങ്ങനത്തെ പേരുകൾ. അപ്പൊ പേരിടുന്നത് എങ്ങനെയാണ്, എന്താണ് ഇങ്ങനത്തെ പേരുകൾ? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹിൻഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് ഹിൻഡ് 3 ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഹിൻഡ് 3? അപ്പോ
ഇതിലത്തെ എപ്പോഴും ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് എടുത്ത എൻസൈം ആണോ ആ ബാക്ടീരിയയുടെ ജീനസ് നെയിം. അപ്പൊ ഇതിലത്തെ ബാക്ടീരിയയുടെ പേര് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് ഈ HindIII എന്ന് പറഞ്ഞിട്ടുള്ള ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ H റെപ്രസെന്റ്സ് ദ ഹീമോഫിലസ്, IN റെപ്രസെന്റ്സ് ഇൻഫ്ലുവൻസ. അപ്പൊ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആണ് ഈ IN. H എന്ന് പറയുന്നത് ജീനസ് നെയിമിലെ ഫസ്റ്റ് ലെറ്റർ, അപ്പൊ അതാണ് HIN. ഇനി D എന്ന് പറയുന്നത് ബാക്ടീരിയ പല സ്ട്രെയിനുകൾ ഉണ്ടാവും, ബാക്ടീരിയൽ സ്ട്രെയിൻസ്. ഒരേ സ്പീഷീസ് തന്നെ പല പല സ്ട്രെയിൻസ് ഉണ്ടാവും, അതിലെ D എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെയിൻ ആയിരിക്കും. ഇനി ഈ D സ്ട്രെയിനിൽ നിന്ന് കണ്ടുപിടിച്ച മൂന്നാമത്തെ എൻസൈം ആണ് ഈ HindIII. അപ്പൊ വേറെ അതിന് മുന്നേ HindI HindII ഉണ്ടാവും, അപ്പൊ HindIII ആണിത്. അപ്പൊ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേരിടണേ എന്നുള്ളത്. അപ്പൊ ഈ പേര് വെച്ചിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേറെ കുറെ പേരുകളുണ്ട്. എക്കോ R1, എസ്റ്ററീഷ്യ കോളൈ ബാക്ടീരിയ കേട്ടിട്ടുണ്ടാവില്ലേ, ഈ കോളൈ ബാക്ടീരിയ. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ വാട്ടർ ബോഡീസ് ഈ കോളയുടെ അളവ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടോ, എസ്റ്ററീഷ്യ കോളൈ. അപ്പൊ ഇക്കോ R1 ആണെങ്കിൽ എസ്റ്ററീഷ്യയുടെ ഈ കോളയുടെ CO R എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആൻഡ് ഫസ്റ്റ് അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇക്കോ RV അല്ല R5 ആണ് ആക്ച്വലി ദ 5th വൺ, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനത്തെ ബാം H1 ബാസിലസ്, ഈ പേരൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എളുപ്പമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പേര്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേരിടണേന്ന് മനസ്സിലായി. ഇനി അടുത്തൊരു പ്രത്യേകത, അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറ്റി എഴുതാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് ന്യൂക്ലിയസ്, എന്താണ് എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ്, എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, എങ്ങനെയാണ് അതിന് പേരിടുന്നത്. അടുത്തൊരു പ്രത്യേകത, ഇത് സ്പെസിഫിക് ഭാഗങ്ങളിലാണ് പോയി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ഒരു സ്പെസിഫിസിറ്റി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനത്തെ ഭാഗം നോക്കിയിട്ടാണ് ഇത് പോയി കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മലയാളം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെയാ MALAYALAM, തിരിച്ചും അങ്ങനെ തന്നെയാണ് വായിക്കുക. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അങ്ങനത്തെ സീക്വൻസുകൾ വരുന്ന ഭാഗത്ത് നോക്കി പോയിട്ടേ കട്ട് ചെയ്യുള്ളൂ. അതിന് അങ്ങനെ ഒരു ഇഷ്ടം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ ഒരേപോലെ തോന്നുന്ന സീക്വൻസിൽ പോയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. പാലിൻഡ്രോമിക് സീക്വൻസ്. ഈ ഒരു സീക്വൻസ് നോക്കി, GCAC, ഇവിടെ നോക്കൂ, TTAGCAC. അപ്പൊ അത് കട്ട് ചെയ്യണ ഭാഗം ഇതിന്റെ ഉള്ളിലായിരിക്കും. അതിന് ഇങ്ങനത്തെ ഭാഗം നോക്കിയിട്ടായിരിക്കും കട്ട് ചെയ്യുക. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോക്കൂ, കട്ട് ചെയ്യണത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം, AATTCT എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കണത്. ഇവിടെ നോക്കൂ, AAT. ഇതിപ്പോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കുന്നതും അടിയിൽ നിന്ന് ഇങ്ങോട്ട് വായിക്കുന്നതും ഒരേ. അപ്പൊ പാലിൻഡ്രോമിക് സീക്വൻസിൽ കട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. 2 തരത്തിലാണ് അതിന് കട്ട് ചെയ്യാൻ പറ്റുക. ഒരു കട്ട് എന്ന് പറയുന്നത് പാലിൻഡ്രോമിന്റെ സെന്ററിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരേപോലത്തെ 2 ഭാഗങ്ങൾ കിട്ടും. നോക്കൂ, അപ്പൊ ഈ അടിയിലത്തെയാണ് ആദ്യം പറയണത്. നോക്കൂ, CCCGGG. അത് തന്നെയാണ് ഇവിടെയും തിരിച്ചു വായിച്ചു നോക്കൂ, CCCGGG. അതിന്റെ സെന്ററിൽ പോയിട്ട് കട്ട് ചെയ്യണു. കറക്റ്റ് ആയിട്ട് ഒരേപോലെ കട്ട് ചെയ്യണതിനെയാണ് ബ്ലണ്ട് എൻഡ് കട്ട്. അപ്പൊ 2 കഷ്ണങ്ങളും ഇങ്ങനെയായിരിക്കും. ഇനി അടുത്ത ഒരു കട്ടാണ് സ്റ്റിക്കി എൻഡ്സ്. അപ്പൊ GAATTC. ഇതിന്റെ ഇവിടെയാണ് GD മേടെ ഇടയിൽ കട്ട് ചെയ്യണു, ഇവിടെയും ജിയുടെ ഇടയിൽ കട്ട് ചെയ്യണു. പക്ഷെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്താ, ഒരു വാല് പോലത്തെ ഒരു കഷ്ണം നിൽക്കുന്നുണ്ട് ഇവിടെയും. അങ്ങനെയുള്ള കഷ്ണത്തിനാണ് സ്റ്റിക്കി എൻഡ്സ്. അപ്പൊ ഒന്നുമില്ല, ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് 2 തരത്തിൽ മുറിക്കാൻ അറിയാം. ഒന്ന് ബ്ലണ്ടൻഡ് ആയിട്ട് കറക്റ്റ് സെന്ററിൽ കൂടെ മുറിച്ച് ഒരേപോലത്തെ കഷ്ണാക്കാനും, അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കട്ടാക്കാനും. അപ്പൊ എന്താ, ഒരു വാല് പോലത്തെ ഒരു ഭാഗം 2 കഷ്ണത്തിലും പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കണം. അതാണ് സ്റ്റിക്കി എൻഡ്സ്. അതാണ് അടുത്തൊരു പ്രത്യേകത. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഞാൻ എക്സ്ട്രാ വെറുതെ ഇട്ടതാണ്, എന്താണ് ബ്ലണ്ടൻഡും എന്താണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ഫീച്ചർ ആണെന്ന് ഇങ്ങനെ ഒന്ന് എഴുതി. ഇതിന്റെ ഇടയിൽ കട്ട് ചെയ്താൽ ഇങ്ങനെ വാല് പോലെ നീങ്ങിക്കും. ഇവിടെ കറക്റ്റ് സെന്ററിൽ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ അതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിന്റെ ജനറൽ ആയിട്ടുള്ള പ്രത്യേകതകളാണ്. അതൊരു തരത്തിലുള്ള എൻഡോന്യൂക്ലിയസ് ആണ്, ബാക്ടീരിയയുടെ ഉള്ളിൽ കാണുന്നതാണ്. പിന്നെ അത് പേര് കിട്ടുന്നത് ഓരോ റെസ്ട്രിക്ഷൻ RE എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പേര് കിട്ടുന്നത് അത് ഏത് ബാക്ടീരിയ എന്ന് നമ്മൾ കണ്ടില്ലേ, നോമൻക്ലേച്ചർ. പിന്നെ പലതരത്തിലുള്ള ബാക്ടീരിയന്ന് പല റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് ഫ്രാഗ്മെന്റ് ആക്കാൻ പറ്റും. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ഇതെല്ലാമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകതകൾ കേട്ടോ. ഇനി അടുത്തൊരു എൻസൈം ആണ് ലൈഗേസ്. ഒട്ടിക്കണ ആള് ലൈഗേസ് എൻസൈം.
അപ്പൊ ലൈഗേസിനെ വിളിക്കുന്ന പേരാണ് ജോയിനിങ് എൻസൈം. കട്ട് ചെയ്താൽ പോരാ, കഷ്ണങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല, അത് ഒട്ടിച്ചേരണം. മോളിക്കുലാർ ഗ്ലൂ അങ്ങനെയുള്ള പേരുകളിലൊക്കെ അതിനറിയപ്പെടുന്നു. അപ്പൊ പൊട്ടിയിട്ടുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്, നമുക്കറിയാം DNA-യിലും RNA-യിലൊക്കെ ഉള്ള ബോണ്ടുകളാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്സ്. ഇപ്പൊ പ്രോട്ടീനിലുള്ളത് ഏതാ? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോന്നിലും ഓരോ ടൈപ്പ് ഓഫ് ബോണ്ട് അല്ലേ, അതാണിത് കേട്ടാ. ഇനി അടുത്തത്, ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്യിപ്പിക്കണേന്ന് വെച്ചാൽ ATP അല്ലെങ്കിൽ NAD അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഒട്ടിക്കണ എൻസൈംസ് ആണ്. റിപ്പയറിംഗ് ബ്രോക്കൺ, ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കലാണ് ഇവരുടെ മെയിൻ ആയിട്ട് പണി. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ് DNA റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ. കണ്ടോ ഇപ്പൊ ഇതൊരു DNA ഫ്രാഗ്മെന്റ് ആണ്. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ലൈഗേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അത് സീൽ ചെയ്യും, അത് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ അതാണ് DNA ലൈഗേസിന്റെ ഫംഗ്ഷൻ. അടുത്ത എൻസൈം ആണ് പോളിമെറേസ്. പോളിമെറേസ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ കോപ്പി ഉണ്ടാക്കുന്ന ആള്. ഇപ്പൊ ഇത് ബാക്ടീരിയയുടെ ഉള്ളിൽ ഇട്ടാലും പുതിയ പുതിയ കോപ്പി ഉണ്ടാക്കണ്ടേ, അപ്പൊ അതിനെ സഹായിക്കുന്നതാണ്. ഇപ്പൊ ഒരു DNA പുതിയ DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അവിടെ ഏത് DNA പോളിമെറേസ്. പിന്നെ DNA RNA ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു RNA പോളിമെറേസ്. അപ്പൊ പോളിമെറേസ് എന്ന് പറയുന്നത് പോളിമെറേസ് ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ആളാണ് പോളിമെറേസ് കേട്ടോ. അതന്നെ പലതരത്തിലുണ്ട്. DNA ഡിപ്പെൻഡന്റ് DNA, അത് റെപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് പോളിമറൈസ്, ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഓരോ ഫംഗ്ഷനിൽ ഇപ്പൊ DNA റെപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ്, RNA പോളിമറൈസ്, അങ്ങനത്തെ പോളിമറൈസസ് കേട്ടോ. പിന്നെ അത് കൂടാതെ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് മോഡിഫൈങ് എൻസൈംസ്. അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന DNA-യിൽ അങ്ങനത്തെ മോഡിഫൈ ചെയ്യുന്ന എൻസൈംസ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, രണ്ടാമത്തെയാണ് പോളിന്യൂക്ലിയോടൈഡ് കൈനേസ്. ഇത് രണ്ടും ഒരേ കാര്യം തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ DNA-ക്ക് 2 എൻഡ് ഉണ്ടെന്ന് പറഞ്ഞു എപ്പോഴും, 3' 5'. അതിലെ 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യലാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ പണി. പോളിന്യൂക്ലിയോടൈഡ് കൈനേസിന്റെ പണി എന്താ? കൈനേസ് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യലാണ്. അതായത് ഈ പറഞ്ഞ ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ റിവേഴ്സ് ഫംഗ്ഷൻ ആണ് ഇറ്റ് ആഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു 5' ടെർമിനൽ. അപ്പോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് 5' എൻഡിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് കൈനേസ് വന്നിട്ട് 5' എൻഡിൽ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. സോ ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ടെർമിനൽ ട്രാൻസ്ഫറേസ്. അതെന്താ? അത് 3' എൻഡിൽ എന്തെങ്കിലും ആവശ്യത്തിന് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യല പണിയാണ് ടെർമിനൽ ട്രാൻസ്ഫറേസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള എൻസൈംസ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ റീകോംബിനന്റ് DNA ടെക്നോളജി എന്താന്നുള്ളത്, അതിന്റെ ഡെഫിനിഷൻ, അതിലുള്ള ടൂളുകൾ എന്തൊക്കെയാണ്. അതിലത്തെ ഫസ്റ്റ് ടൂളാണ് എൻസൈംസ്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ടൂളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പൊ അതിന്റെ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, എന്തൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്, പേര് BAM H1 ECHO R1 അങ്ങനത്തെ കുറച്ച് പേരുകൾ, എങ്ങനെയാണ് അതിന് പേരിടുന്നത്, എങ്ങനത്തെ കട്ടുകളാണ് അത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. പിന്നെയുള്ള എൻസൈംസ് ആണ് ലൈഗേസ്, പിന്നെ ഈ പറഞ്ഞ പോളിമറൈസ്, പിന്നെ അതുപോലെ തന്നെ മോഡിഫൈങ് എൻസൈംസ്. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ എന്താണ് വെക്ടർ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ.